നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ചോദ്യം ചോദിച്ചാൽ ഞാൻ എന്തിനാണ് ഇത് പഠിക്കുന്നത്, അതെ ഞാൻ എന്തിനാണ് സയൻസ് പഠിക്കുന്നത്, വൈ ഷുഡ് ഐ ലേൺ സയൻസ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ്, ഞാൻ എന്തിനാണ് സയൻസ് പഠിക്കണം, കാരണം സയൻസ് പഠിച്ചുകൊണ്ട് എനിക്കൊന്ന് ഉപകാരമുണ്ടോ, അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇല്ല വീഡിയോ ആണ്. വൈ ഷുഡ് വി ലേൺ സയൻസ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ്, നമ്മൾ എന്തിനാണ് സയൻസ് പഠിക്കണം, കാരണം വി ആർ സയൻസ്. ഇതിപ്പോൾ ഞാൻ വി ആർ സയൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇത് ഞാൻ മെറ്റഫോറിക്കലി എന്തോ ഡീപ്പ് മീനിങ് വെച്ചിട്ട് പറയുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല. അല്ലാണ്ട് ഇപ്പോൾ വി ആർ സയൻസ്, ലൈഫ് ഈസ് സയൻസ് എന്ന് പറഞ്ഞ് നിങ്ങൾ വിചാരിക്കും എന്തോ ബുൾഷിറ്റ് പറയുന്നത്. പക്ഷെ അല്ല, ലിറ്ററൽ സെൻസ് വി ആർ സയൻസ്. എന്തുകൊണ്ട്? കാരണം ലൈഫ് ഈസ് ദ ഡയറക്റ്റ് റിസൾട്ട് ഓഫ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്നാ, അതിന് മുമ്പ് തെർമോഡൈനാമിക്സ് എന്നാ. ടെർമോ എന്ന് വെച്ചാൽ ഹീറ്റ്, ഡൈനാമിക്സ് എന്ന് വെച്ചാൽ മൂവ്മെൻറ്റ്. തെർമോഡൈനാമിക്സ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് ഹീറ്റ്. ഈ ഹീറ്റിൻ്റെ മൂവ്മെൻറ്റ് പഠിക്കുന്ന ഒരു സയൻസാണ് തെർമോഡൈനാമിക്സ്. ഓക്കെ, അതും ലൈഫായിട്ട് എന്താ കണക്ഷൻ? അത് പറയുന്ന മുമ്പിൽ ഞാൻ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയും. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഈസ് സിംപ്ലി കൺസർവേഷൻ ഓഫ് എനർജി. കാരണം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്നതാണ്. നമുക്ക് ഒരിക്കലും എനർജി ഉണ്ടാക്കാൻ പറ്റില്ല, നശിപ്പിക്കാൻ പറ്റില്ല. നമുക്ക് എനർജിയുടെ ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലാക്കാനേ പറ്റും. അതായത് നമുക്ക് മെക്കാനിക്കൽ എനർജി വെച്ചിട്ട് വേണമെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കാം, ഹീറ്റ് എനർജി ഉണ്ടാക്കാം. അല്ലാണ്ട് നമുക്ക് ആ മെക്കാനിക്കൽ എനർജി നശിപ്പിക്കാനും പറ്റില്ല, ഉണ്ടാക്കാനും പറ്റില്ല. അത് നമ്മളെപ്പം കേൾക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും നമ്മളെ ഈ യൂണിവേഴ്സ് തുടങ്ങി സിംഗുലാരിറ്റി എന്നല്ല, സിംഗുലാരിറ്റി എന്ന് വെച്ചാൽ ഒന്നും ഇല്ലാത്ത അവസ്ഥ. അപ്പം പെട്ടെന്ന് ഈ എനർജിയെല്ലാം എവിടുന്നാണ് പൊട്ടി മുളച്ച്, അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ സംശയം ഉണ്ടെങ്കിൽ ഉത്തരം പറയാം. കാരണം സിംഗുലാരിറ്റി എന്നാണ് ഈ എനർജി ഫുള്ളുണ്ടായത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ കാരണം സിംഗുലാരിറ്റി തന്നെ ഈ എനർജിയെല്ലാം ഉണ്ടാകും. അല്ലാണ്ട് സിംഗുലാരിറ്റി അല്ലാണ്ട് നമുക്ക് എനർജി ഉണ്ടാക്കാനും പറ്റുമോ, നശിപ്പിക്കാനും പറ്റില്ല. അപ്പം നമ്മളിപ്പോൾ അനുഭവിക്കുന്ന എല്ലാ എനർജി സിംഗുലാരിറ്റി ബിഗ് ബാങ് അങ്ങനെ ആ സിംഗുലാരിറ്റീൻ്റെ ഉള്ളിലുള്ള എനർജിയാണ് നമ്മളിപ്പം ഈ യൂണിവേഴ്സിലെല്ലാം ഉള്ളത്. അതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഞാൻ പറഞ്ഞ് മറ്റേ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഈ സിംപിളി കൺസർവേഷൻ ഓഫ് എനർജി. ഇതിപ്പോൾ ഈ കൺസർവേഷൻ ഓഫ് എനർജി അല്ലാണ്ട് ഈ ഫസ്റ്റ് ലോ കൊണ്ട് വേറൊരു ഉപയോഗം കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പം ഒരു സിസ്റ്റം എടുത്ത്, ഇപ്പം നിങ്ങളിപ്പോൾ ഇമാജിൻ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും വേണ്ട. എൻ്റെ കയ്യിൽ ഈ ഒരു സാധനം എൻ്റെ സിസ്റ്റം എന്ന് വിചാരിക്കുക. ഇതിപ്പം ഞാൻ ഇതിൻ്റെ മേലെ ഒരു വെറുതെ ഇമാജിൻ ചെയ്യാം, ഞാൻ ഒരു ഇൻവെസിബിൾ ഷീൽഡ് വെച്ചിട്ട് ഇത് മറച്ച്, പിന്നെ ഇതിനുള്ളിലാണ് ഞാൻ കുറച്ച് ഗ്യാസ് മോളിക്യൂൾസ് ഇട്ട്. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ഇതിനകത്ത് ചൂട് കൊടുത്താൽ എന്നാ സംഭവിക്കുക, കുറച്ച് ചൂട് ഇതിൻ്റെ ചുറ്റും പോവുകയും ചെയ്യും. പിന്നെ അതല്ലാണ്ട് ഈ ചൂട് കൊടുക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഗ്യാസ് മോളിക്യൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചുകൂടി സ്പീഡിൽ അനങ്ങും. ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന കാര്യമുള്ളൂ. എന്നാ സംഭവിക്കുന്നത്, ഞാനിപ്പോൾ ഹീറ്റ് കൊടുത്താൽ കുറച്ച് ഇതിൻ്റെ ഓരോ സ്ഥലത്തേക്ക് ആ ചൂട് പോകും. അല്ലാണ്ട് അതിൻ്റെ ഉള്ളിലുള്ള മോളിക്യൂൾസ് ഇതിൻ്റെ കൈനറ്റിക് എനർജി കുറച്ചുകൂടി കൂടും. കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ അതിൻ്റെ മൂവ്മെൻറ്റ് ഒന്നുകൂടി കൂടും. ഇത് നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മളൊരു സിസ്റ്റത്തിലേക്ക് ഹീറ്റ് കൊടുത്താൽ അത് പാർഷ്യലി അതിൻ്റെ വർക്കായിട്ടും പിന്നെ ഇൻറ്റേർണൽ എനർജി ആയിട്ട് പോകും. വർക്ക് എന്ന് വെച്ചാൽ ആ സിസ്റ്റം ചെയ്യുന്ന വർക്ക് അതൊന്ന് എക്സ്പാൻഷൻ ആവും അല്ലെങ്കിൽ കംപ്രഷൻ ആവും. അപ്പോൾ ഇൻറ്റേർണൽ എനർജി ഒരു പുതിയ ടൈം. ഇൻറ്റേർണൽ എനർജി എന്ന് വെച്ചാൽ സിംപിളി ഇൻറ്റേർണൽ എനർജി. ഇതിപ്പം ഞാൻ ഇപ്പോൾ ഈ പാത്രം എടുത്ത് ആ പാത്രത്തിനുള്ളിൽ കുറച്ച് മോളിക്യൂൾസ് വെച്ചാൽ ആ മോളിക്യൂളും ഈ പാത്രം അടങ്ങിയിരിക്കുന്ന ആ സിസ്റ്റമില്ല, ആ സിസ്റ്റത്തിൻ്റെ ഉള്ളിലെ എനർജിയാണ് ഇൻറ്റേർണൽ എനർജി. അടുത്ത സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് വെച്ചാൽ അതിന് കുറേ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഒരു സിമ്പിളായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ദ എൻട്രോപ്പി ഓഫ് ദ യൂണിവേഴ്സ് ഇൻക്രീസസ് ഇൻ എ വെരി സ്പോണ്ടേനിയസ് പ്രോസസ്. ഇപ്പോൾ ഇതിനകത്ത് രണ്ട് ടേം വന്നു, ഒന്ന് സ്പോണ്ടേനിയസ് പ്രോസസ്സും പിന്നെ എൻട്രോപ്പിയും. അത് തന്നെ സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്നാണ് ഞാൻ പറയാം. സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്ന് വെച്ചാൽ നമ്മൾ ചുറ്റും കാണുന്ന എല്ലാ പ്രോസസ്സും സ്പോണ്ടേനിയസാണ്. അതെന്ന് വെച്ചാൽ ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പം ഒരു തെങ്ങിന്ന് തേങ്ങ വീഴുന്ന അത് സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ വാട്ടർ ഫാളിൽ ഹൈറ്റ് കൂടിയ വെള്ളം താഴേക്ക് വീഴുന്ന അത് സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. ഒരു എക്സ്റ്റേണൽ ഏജൻറ്റിൻ്റെ സഹായം ഇല്ലാണ്ട് നടക്കുന്ന എല്ലാ പ്രോസസ്സും സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, ഇതിപ്പം തേങ്ങ താഴെ വീഴുമ്പോൾ അവിടെ ഗ്രാവിറ്റേഷൻ ഇല്ലേ? ഇപ്പോൾ ഗ്രാവിറ്റി അതൊരു എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലേ? പക്ഷേ ഇവിടെ വേറെ ഒരു കാര്യം കൂടെയുണ്ട്. അപ്പം നിങ്ങൾ ഈ കൺസർവേറ്റീവ് ഫോഴ്സ് എന്നാണ് മനസ്സിലാക്കണം. ഇപ്പോൾ കൺസർവേറ്റീവ് ഫോഴ്സ് എന്നാന്ന് പറയുന്നില്ല, ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയാം. കൺസർവേറ്റീവ് ഫോഴ്സിൽ എക്സാമ്പിൾ ഒന്ന് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, പിന്നെ സ്പ്രിംഗ് ഫോഴ്സ്. ഇത് മൂന്നും കൺസർവേറ്റീവ് ഫോഴ്സിൽ എക്സാമ്പിൾസാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കൺസർവേറ്റീവ് ഫോഴ്സസ് എങ്ങനെ വർക്ക് ചെയ്താലും ആ വർക്കിന് വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇതിപ്പം ഗ്രാവിറ്റി ഒരു തേങ്ങ ഇങ്ങനെ വീഴ്ത്തിയാലും ഇങ്ങനെ കറക്കിയിട്ട് വീഴ്പ്പിച്ചാലും അവിടെ വർക്ക് സെയിം ആയിരിക്കും. അപ്പോൾ അവിടെ ഒന്നും വലിയ ചേഞ്ച് ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ അതൊരു സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ഏജൻറ്റ് ഇല്ലാന്ന് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്നാണ് മനസ്സിലായി. ഏത് പ്രോസസ്സും ഒരു എക്സ്റ്റേണൽ ഏജൻറ്റിൻ്റെ സഹായം ഇല്ലാണ്ട് നടക്കുന്ന പ്രോസസ്സാണ്. അതാണ് സ്പോണ്ടേനിയസ് പ്രോസസ്സ്. അടുത്ത ടേമാണ്
എൻട്രോപ്പി എന്ന് വെച്ചാൽ സിംപ്ലി ഡിസോർഡേഴ്സ്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് കുറേ ഡിസോർഡർ ആയിട്ട് കിടന്നാൽ നമ്മൾ പറയും അവിടെ എൻട്രോപ്പി കൂടുതലാണ്. ഇതിപ്പോൾ നിങ്ങളുടെ സ്റ്റഡി റൂം ഫുള്ള് നീറ്റ് ആണെങ്കിൽ അവിടെ എൻട്രോപ്പി 0 ആണ്. അപ്പോൾ അതിന് വരെ നിങ്ങളുടെ സ്റ്റഡി റൂമിൽ അവിടെ ഇവിടെ എല്ലാം അങ്ങനെ ബുക്കാണെങ്കിൽ അവിടെ നമുക്ക് വേണമെങ്കിൽ പറയാം റാൻഡംനെസ് കൂടുതലാണ്, ഒരു എൻട്രോപ്പി കൂടുതൽ എന്ന് പറയാം. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു. അല്ലാണ്ട് എന്താണ് എൻട്രോപ്പി എന്ന് ചോദിച്ചാൽ, ഞാനിപ്പം എൻ്റെ ഇവിടെ ഈ യൂണിവേഴ്സിൽ കുറേ എനർജി ഇല്ല. ഞാൻ എനർജീനെല്ലാം ഒരു സ്ഥലത്ത് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വന്ന് അങ്ങനെ വന്ന സമയത്ത് നിന്ന് എൻ്റെ കയ്യിൽ ഇപ്പോൾ കോൺസെൻട്രേഷൻ ആയ എനർജി ഉണ്ട്. അപ്പം ഒരു റാൻഡംനെസ്സും ഇല്ല. അപ്പോൾ എൻട്രോപ്പി 0 ആണ്. പക്ഷേ എൻ്റെ എനർജി ഞാൻ ഫുൾ ആ കോൺസെൻട്രേഷൻ ആയ എനർജി ഞാൻ സ്കാറ്റർ ചെയ്താൽ അവിടെ എന്നാൽ എൻട്രോപ്പി കൂടും. കാരണം അവിടെ ആ എനർജി ഫുള്ള് സ്കാറ്ററായി, റാൻഡംനെസ് കൂടി. അപ്പോൾ അവിടെ എൻട്രോപ്പി കൂടുതലായി. അപ്പം നമ്മളിപ്പോൾ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള എനർജി ഉണ്ടെങ്കിൽ അവിടെ എൻട്രോപ്പി 0 ആണ്. പക്ഷേ എനർജി സ്കാറ്റർ ആകുമ്പോൾ എൻട്രോപ്പി കൂടും. അതാണ്. അപ്പോൾ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന ഏത് സ്പോണ്ടേനിയസ് പ്രോസസ്സ് നടന്നാലും എൻട്രോപ്പി നമ്മുടെ യൂണിവേഴ്സിൻ്റെ എൻട്രോപ്പി കൂടും. അതായത് കോൺസെൻട്രേറ്റഡ് ആയിട്ട് എനർജി സ്കാറ്റർ ആയിക്കൊണ്ടിരിക്കും. അതായത് റാൻഡംനെസ് കൂടും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഈ കോൺസെൻട്രേറ്റഡ് എനർജി ഇങ്ങനെ സ്കാറ്റർ ആകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ യൂണിവേഴ്സിൽ എത്ര സ്പോണ്ടേനിയസ് പ്രോസസ്സ് നടന്നാലും എൻട്രോപ്പി കൂടും, ഈ റാൻഡംനെസ് കൂടും. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നും, ഇതിപ്പം യൂണിവേഴ്സ് ഇങ്ങനെ എനർജി സ്കാറ്ററായി ഒരു ലിമിറ്റ് കുറേ ടൈം എടുക്കും. ഇപ്പോൾ ബില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിഞ്ഞാൽ ഇതിപ്പോൾ യൂണിവേഴ്സിന് എല്ലാ സ്ഥലത്തും ഒരേ ഹീറ്റ് ആയിരിക്കില്ലേ, ഒരേ ടെമ്പറേച്ചർ ആയിരിക്കില്ലേ. അപ്പോൾ ടെമ്പറേച്ചറിൻ്റെ ഫ്ലോ അല്ലെങ്കിൽ ഹീറ്റിൻ്റെ ഫ്ലോ നടക്കില്ലല്ലോ. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നതാണ്. അതെ, നമ്മുടെ യൂണിവേഴ്സിൽ 8 × 10⁻100 ഇയേഴ്സ് കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിൽ എല്ലാ സ്ഥലത്തും ഒരേ ഹീറ്റ് ആയിരിക്കും. ഇപ്പോൾ അവിടെ ഹീറ്റിൻ്റെ മൂവ്മെൻറ്റ് ഇല്ല, അവിടെ എൻട്രോപ്പി 0 ആണ്. കാരണം എൻട്രോപ്പി എന്ന് വെച്ചാൽ റാൻഡംനെസ്, അവിടെ റാൻഡംനെസ് ഇല്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ യൂണിവേഴ്സിന് ഡെഡ് സംഭവിക്കും. ആ ഡെഡിനാണ് നമ്മൾ ഹീറ്റ് ഡെഡ് ഓഫ് ദ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ നിങ്ങളോട് കുറേ കാര്യം പറഞ്ഞു. ഞാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനു സയൻസ് എടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളാണ് സയൻസ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു എൻ്റെ ലൈഫ് ഈസ് ദ ഡയറക്റ്റ് റിസൾട്ട് ഓഫ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇതും ലൈഫ് വെച്ച് എന്താ കണക്ഷൻ? ഇനി ഞാൻ കണക്ഷനിലേക്കാണ് വരുന്നത്. ഓക്കെ, നമുക്ക് ശരിക്കും സൂര്യൻ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഉത്തരം ഉണ്ടാവും. നമുക്ക് സൂര്യൻ നിന്ന് വിറ്റാമിൻ ഡി കിട്ടുന്നുണ്ട്, നമുക്ക് സൂര്യൻ നിന്ന് ലൈറ്റ് കിട്ടുന്നുണ്ട്, അങ്ങനെ കുറേ ഉത്തരം ഉണ്ടാവും. പക്ഷേ ശരിക്കും നമുക്ക് സൂര്യൻ നിന്നാണ് കിട്ടുന്നത്. ശരിക്കും നമുക്ക് സൂര്യൻ നിന്ന് കിട്ടുന്ന എന്നാൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള എനർജി. ആ എനർജി നമ്മൾ ഉപയോഗിക്കുന്നു, അതായത് ഭൂമി ഉപയോഗിക്കുന്നു. എന്ന് വെച്ചാൽ അത് സ്പേസിലേക്ക് വീണ്ടും എമിറ്റ് ചെയ്യുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അതായത് നമ്മൾ സൂര്യൻ നിന്ന് കോൺസെൻട്രേറ്റഡ് ആയ എനർജി എടുക്കുന്നു, അതായത് ഭൂമി എടുക്കുന്നു. ഈ ഭൂമി അത് സ്കാറ്റർ ആക്കിയിട്ട് സ്പേസിലേക്ക് വിടുന്നു. ഓക്കെ, ഇത് ലൈഫായിട്ട് എന്ന കണക്ഷൻ ഞാൻ പറയാം. എന്നിപ്പോൾ സൂര്യൻ നമുക്ക് കോൺസെൻട്രേറ്റഡ് എനർജി കിട്ടുന്നു. നമ്മൾ അതായത് ആനിമൽസ്, ഹ്യൂമൻസ്, ലീഫല്ല പ്ലാന്റ്സ് എല്ലാവരും ആണെങ്കിൽ ആ കോൺസെൻട്രേറ്റഡ് എനർജി അബ്സോർബ് ചെയ്തിട്ട് നമ്മൾ അത് സ്കാറ്റർ ആക്കിയിട്ട് പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ നിങ്ങളിപ്പം ഗെയിം കളിക്കുന്നതാണെങ്കിൽ, ഫോൺ നോക്കുന്നതാണെങ്കിൽ, പഠിക്കുന്നതാണെങ്കിൽ നിങ്ങൾ മറ്റേ കോൺസെൻട്രേറ്റഡ് എനർജി സ്കാറ്റർ ചെയ്യുന്നത്. അതായത് നിങ്ങളിപ്പോൾ യൂണിവേഴ്സിലെ എൻട്രോപ്പി കൂട്ടുക ചെയ്യുന്നത് അല്ലേ? ആണ്. ഇപ്പോൾ നമ്മളൊന്നും ചെയ്യാണ്ടിരുന്നാൽ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ബ്രീത്തിങ് നടക്കുന്നുണ്ട്, ഡൈജസ്റ്റ് നടക്കണം. അപ്പോൾ നമ്മൾ സൂര്യപ്രകാശത്തിനെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ കോൺസെൻട്രേറ്റഡ് എനർജി എടുക്കും, നമ്മൾ സ്കാറ്റർ ചെയ്യുന്നത് അല്ലേ? ആണ്. അപ്പോൾ നമ്മളപ്പം യൂണിവേഴ്സിൻ്റെ ഡെഡിലേക്ക് നമ്മൾ ആക്സിലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണാൻ യൂണിവേഴ്സ് വേഗം ചത്തുപോകും. പക്ഷെ അങ്ങനെയൊന്നും ചത്തുപോകില്ല. കാരണം നമ്മൾ ഇങ്ങനെ എൻട്രോപ്പി കുറേ കോൺസെൻട്രേറ്റഡ് ആയ എനർജി സ്കാറ്റർ ചെയ്തുകൊണ്ടുമ്പോൾ മറ്റേ യൂണിവേഴ്സ് അത്ര ചാവൊന്നുമില്ല. അത് പറക്കട്ടെ, അതെടുക്കട്ടെ. അപ്പോൾ നമുക്ക് ലൈഫ്, വാട്ട് ഈസ് ലൈഫ് എന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറയാം: ലൈഫ് ഈസ് എ കളക്ഷൻ ഓഫ് ആറ്റംസ് വിച്ച് ആർ വെരി ഗുഡ് അറ്റ് സ്കാറ്ററിങ് കോൺസെൻട്രേറ്റഡ് എനർജി. അതെ, നമുക്ക് കോൺസെൻട്രേറ്റഡ് എനർജി സൂര്യൻ നിന്ന് കിട്ടുന്നു, നമ്മളത് സ്കാറ്റർ ചെയ്യുന്നു സ്പേസിലേക്ക്. എന്നുവെച്ചാൽ എൻട്രോപ്പി കൂടുന്നു. ഇതല്ലേ നമ്മൾ ചെയ്യുന്നത്? അതെ, നമ്മളിപ്പോൾ കുറച്ച് ആറ്റംസ് എടുത്ത് ആ ആറ്റങ്ങൾക്ക് ഇങ്ങനെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള എനർജി സ്കാറ്റർ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് പറയാം ആ ആറ്റത്തിൽ ജീവനുണ്ടെന്ന്. ശരിക്കും അതാണ് നടക്കുന്നത്. ഒരു പ്ലാന്റിൻ്റെ സീഡ് നമ്മൾ മണ്ണിൽ കുഴിച്ചിട്ടാണ് നടക്കുന്നത്. ആ പ്ലാന്റിൻ്റെ സീഡ് സണ്ണിൽ നിന്ന് കോൺസെൻട്രേറ്റഡ് എനർജി എടുക്കുന്നു, പിന്നെ അത് സ്കാറ്റർ ചെയ്യുന്നു. അങ്ങനെ അത് അതിൻ്റെ ഉള്ളിലെ മറ്റേ ബോഡീസ് തന്നെ നടക്കുന്നത്, അത് വളരുന്നു. ഇത് നമ്മളും ചെയ്യുന്നത്. അതായത് സിംപ്ലി നമ്മൾ ചെയ്യുന്നത്, നമുക്ക് സൂര്യൻ തരുന്ന ഹൈ കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള ഫോട്ടോൺസ് ഭൂമി എടുത്തിട്ട് ലോ കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള ഫോട്ടോൺസ് ആയിട്ട് പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നു. സിംപ്ലി നമ്മൾ ആ കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള എനർജി എടുക്കുന്നു, സ്കാറ്റർ ചെയ്യുന്നു, അത് എൻട്രോപ്പി കൂട്ടുന്നു. അതാണ് സംഭവം. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എൻട്രോപ്പിനെ പറ്റി സംസാരിക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് സൂര്യൻ നിന്ന് കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള എനർജി കിട്ടുന്നു, നമ്മളത് എടുക്കുന്നു, സ്കാറ്റർ ചെയ്യുന്നു. അപ്പോൾ ഈ സൂര്യൻ എങ്ങനെയാണ് ഈ കോൺസെൻട്രേഷൻ എനർജി കിട്ടുന്നത്? സൂര്യന് ഈ
കോൺസെൻട്രേറ്റ് ആയിട്ട് എനർജി കൊടുക്കുന്ന ബ്ലാക്ക് ഹോൾസ് ആണ്. പിന്നെ സ്പേസും, പിന്നെ സണ്ണിലെണ്ണ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള എനർജി കിട്ടും നമ്മളെ സ്കാറ്റർ ചെയ്യണം. അങ്ങനെയാണ് നമുക്കിപ്പം ഈ പ്രപഞ്ചത്തിൽ ലൈഫ് തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ ശരിക്കും പറഞ്ഞാൽ ലൈഫ് ലൈഫ് എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് വെറുതെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ മതി. അതാണ് ശരിക്കും ലൈഫ്. ബിക്കോസ് ലൈഫ് ഈസ് എ കളക്ഷൻ ഓഫ് ആറ്റംസ് വിച്ച് ആർ വെരി ഗുഡ് അറ്റ് സ്കാറ്ററിങ് എനർജി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തുകൊണ്ട് സയൻസ് പഠിക്കണം? കാരണം വി ആർ സയൻസ്.